ജന്മഭൂമി പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഗീത PV. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. കോഴിക്കോട് ജില്ലയിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. കൊമ്മേരിക്ക് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം പേരാമ്പ്ര പാലേരി വടക്കുംപാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ 43 കുട്ടികൾക്ക് രോഗം സ്ഥിരീകരിച്ചത്. ഈ സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ശുചിത്വം പാലിക്കണമെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി. പേരാമ്പ്ര സ്കൂളിലെ +1, +2 വിദ്യാർത്ഥികൾക്കാണ് രോഗബാധ. ഇതിന്റെ പശ്ചാത്തലത്തിൽ സ്കൂളിലെ ഉച്ചഭക്ഷണ വിതരണം നിർത്തിവെക്കുകയും വെള്ളം പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു. 175 വിദ്യാർത്ഥികളെയാണ് പരിശോധിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ EV ആനന്ദിന്റെയും ഹെൽത്ത് ഇൻസ്പെക്ടർ AT പ്രമീളയുടെയും നേതൃത്വത്തിൽ പ്രദേശത്ത് പരിശോധന നടത്തിയത്. എന്നാൽ സ്കൂളിലെ ഭക്ഷണത്തിലോ വെള്ളത്തിലോ രോഗത്തിന് കാരണമായ രോഗാണുക്കളുടെ സാന്നിധ്യം കണ്ടെത്താനായില്ല. പ്രദേശത്തെ ചായക്കടയും കുഴുമ്പിൽ പാലത്തെ ഒരു കടയും അടച്ചിടാൻ നിർദ്ദേശം നൽകി. കൂൾ ബാറുകളിൽ ലൈം ജ്യൂസ്, മറ്റു ജ്യൂസുകൾ, പച്ചവെള്ളം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പാനീയങ്ങൾ എന്നിവ വിതരണം ചെയ്യരുതെന്ന് നിർദ്ദേശം നൽകി. പരിശോധനയ്ക്ക് വിധേയരായ +1 വിദ്യാർത്ഥികൾ ഇനി ഓണാവധിക്ക് ശേഷമേ വിദ്യാലയത്തിലേക്ക് വരേണ്ടതുള്ളൂ എന്ന് പരിശോധനയ്ക്ക് വിധേയരാവാത്ത +1 വിദ്യാർത്ഥികൾ വിദ്യാലയത്തിലെത്തി പരിശോധന നടത്തേണ്ടതാണെന്നും +2 വിദ്യാർത്ഥികൾക്ക് പരീക്ഷ തുടരുമെന്നും സ്കൂൾ പ്രിൻസിപ്പൽ അറിയിച്ചു. പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. കിണറുകളിൽ സൂപ്പർ ക്ലോറിനേഷൻ അടക്കം നടത്തും. സ്വകാര്യ ബസ്സുകളിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയണം. മനുഷ്യാവകാശ കമ്മീഷൻ. കോഴിക്കോട് സ്വകാര്യ ബസ്സുകളിൽ നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ കർശനമായി തടയാൻ അടിയന്തര നടപടിയെടുക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K. ബൈജുനാഥ്. സ്വകാര്യ ബസ്സുകളിലെ ഗുണ്ടാപ്പടയെ അമർച്ച ചെയ്ത് പൊതുജനങ്ങൾക്കും യാത്രക്കാർക്കും സമാധാനം ഉറപ്പാക്കാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. സ്വകാര്യ ബസ്സുകളിലെ ഗുണ്ടാപ്പടയുടെ പ്രവർത്തനം സംബന്ധിച്ച് പ്രസിദ്ധീകരിച്ച വാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. പോലീസ് കമ്മീഷണറും RTOയും ഇക്കാര്യം പരിശോധിച്ച് കർശന നടപടികൾ സ്വീകരിച്ച ശേഷം 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു. സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിൽ സംഘർഷം പതിവാണെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഓണം വിപണി. കർശന പരിശോധനയുമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. കോഴിക്കോട് ഓണക്കാലത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി പ്രത്യേക പരിശോധനയുമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് വിപണിയിൽ. കഴിഞ്ഞ 10 ദിവസങ്ങളിലായി ഭക്ഷ്യസുരക്ഷാ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ 5 സ്ക്വാഡുകളായി 383 സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത്. പരിശോധനയിൽ ഒന്നിലധികം ന്യൂനതകൾ കണ്ടെത്തിയ 33 സ്ഥാപനങ്ങൾക്ക് പിഴ അടയ്ക്കുന്നതിന് നോട്ടീസ് നൽകി. അപകട ഭീതിയുയർത്തി നെടുവ റെയിൽവേ ഓവുപാലം. AV ബാലകൃഷ്ണൻ, പരപ്പനങ്ങാടി. നെടുവ ഗവൺമെന്റ് സ്കൂളിന് സമീപത്തുള്ള റെയിൽവേ ഓവുപാലം കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണ് ഇരുമ്പുപട്ട തൂങ്ങി നിൽക്കുന്ന രീതിയിൽ അപകടാവസ്ഥയിലാണ്. കോൺക്രീറ്റിന്റെ ഉള്ളിലെ കമ്പികൾ തുരുമ്പിച്ച് പുറത്തേക്ക് വെളിപ്പെട്ട നിലയിലുമാണ്. നിത്യേന 2 പാതകളിലായി നിരവധി തീവണ്ടികൾ ഇതുവഴി കടന്നു പോകുന്നതിനാൽ കാലപ്പഴക്കത്തിൽ ജീർണാവസ്ഥയിലായ ഓവുപാലം അപകടാവസ്ഥയിലാണ്. ക്വാറി ലൈസൻസ് റദ്ദാക്കണം. താലൂക്ക് ഓഫീസ് ധർണ നടത്തി. വൈത്തിരി. മുണ്ടക്കൈക്ക് അടുത്തുള്ള വാളത്തൂർ ക്വാറിക്ക് നൽകിയ ലൈസൻസ് റദ്ദാക്കുക, രേഖകളിൽ കൃത്രിമത്വം കാണിച്ച് മൈനിങ് ആൻഡ് ജിയോളജി ജില്ലാ ഓഫീസർക്കും തഹസിൽദാർക്കുമെതിരെ നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈത്തിരി താലൂക്ക് ഓഫീസിനു മുന്നിൽ ധർണ നടത്തി. വയനാട് പ്രകൃതി സംരക്ഷണ സമിതി സെക്രട്ടറി തോമസ് അമ്പലവയൽ ഉദ്ഘാടനം ചെയ്തു. കൃത്രിമ രേഖകൾ സൃഷ്ടിച്ചുമാണ് ക്വാറിക്ക് ലൈസൻസ് സമ്പാദിച്ചതെന്ന് ഇവർ ആരോപിച്ചു. PM ആവാസ് യോജന. കേരളത്തിന് 36,000 വീടുകൾ കൂടി. 86,460 കോടിയുടെ 4 പദ്ധതികൾക്ക് കേന്ദ്രാനുമതി. ന്യൂഡൽഹി. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീണ ഭവന പദ്ധതിയിൽപ്പെടുത്തി കേരളത്തിന് 36,067 വീടുകൾ കൂടി കേന്ദ്രം അനുവദിച്ചു. ഗുണഭോക്താക്കളുടെ പട്ടികയിൽപ്പെട്ടവർക്കും വീണ്ടും സർവേയിൽ കണ്ടെത്തുന്നവർക്കും വീട് ലഭിക്കും. റോഡുകൾ മെച്ചപ്പെടുത്താനും
ബസ്സുകൾ വാങ്ങാനും വൈദ്യുത വാഹന വിപ്ലവം തീർക്കാനും കാലാവസ്ഥാ ശാസ്ത്രത്തിൽ ഗവേഷണത്തിനുമുള്ള 4 ബൃഹത് പദ്ധതികൾക്കും കഴിഞ്ഞ ദിവസം കേന്ദ്ര മന്ത്രിസഭ അനുമതി നൽകി. 4 പദ്ധതികൾക്കും കൂടി 86,460 കോടിയാണ് ചെലവ്. ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതി വിപുലീകരിച്ച് 70 കഴിഞ്ഞവർക്ക് സൗജന്യമായി ചികിത്സ ലഭ്യമാക്കാനും പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭായോഗം അനുമതി നൽകി. പദ്ധതികളെല്ലാം ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നവയാണ്. സീതാറാം യെച്ചൂരി അന്തരിച്ചു. ഇടതുപക്ഷത്തിൻ്റെ വെളിച്ചമാണ് നഷ്ടമായതെന്ന് പ്രധാനമന്ത്രി. ന്യൂഡൽഹി. CPM ദേശീയ ജനറൽ സെക്രട്ടറിയും രാജ്യത്തെ തലമുതിർന്ന രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളുമായ സീതാറാം യെച്ചൂരി 72 അന്തരിച്ചു. ന്യൂമോണിയ ബാധയെ തുടർന്ന് 22 ദിവസമായി ഡൽഹി എയിംസിൽ ചികിത്സയിലായിരുന്നു. ആഗസ്റ്റ് 19 തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി അനുദിനം വഷളായി. വെന്റിലേറ്ററിലായിരുന്ന അദ്ദേഹം ഇന്നലെ വൈകിട്ട് 4 മണിയോടെ വിട പറഞ്ഞു. ഇന്ന് വൈകിട്ട് ഭൗതികദേഹം ഡൽഹിയിൽ ബസന്ത് കുഞ്ചിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. നാളെ AKG ഭവനിലെ പൊതുദർശനത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ മൃതദേഹം മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനത്തിന് വിട്ടുകൊടുക്കും. മാധ്യമപ്രവർത്തക സീമ ചിസ്തിയാണ് ഭാര്യ. മകൻ ആശിഷ് യെച്ചൂരി കോവിഡ് ബാധിച്ച് 2021 ഏപ്രിൽ 22 മരണമടഞ്ഞിരുന്നു. ചെന്നൈയിലെ തെലുങ്കു ബ്രാഹ്മണ കുടുംബത്തിൽ 1952 ആഗസ്റ്റ് 12 ജനനം. മെക്കാനിക്കൽ എഞ്ചിനീയറായിരുന്ന സരേശ്വര സോമയാജുലു യെച്ചൂരിയാണ് അച്ഛൻ. അമ്മ കൽപ്പകം. സീതാറാം യെച്ചൂരി ഡൽഹി സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് ഇക്കണോമിക്സിൽ ബിരുദമെടുത്തു. JNUവിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും PhDക്ക് ചേർന്നെങ്കിലും അടിയന്തരാവസ്ഥ സമരം കാരണം പൂർത്തീകരിച്ചില്ല. മാർക്സിസത്തിൽ ആകൃഷ്ടനായി 1974 SFIയിലൂടെ രാഷ്ട്രീയത്തിൽ ഇറങ്ങി. പിന്നെ CPM അംഗമായി. അടിയന്തരാവസ്ഥയ്ക്കു ശേഷം 3 തവണ JNU വിദ്യാർത്ഥി യൂണിയനിൽ പ്രസിഡന്റായിരുന്നു. കൊൽക്കത്തയിൽ നിന്നും CPM ആസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയ ശേഷം യെച്ചൂരി BT രണദിവെയുടെ സഹായിയായി. ബസവ പുന്നയ്യ, EMS എന്നിവരാണ് യെച്ചൂരിയെ പാർട്ടിയുടെ മുൻനിരയിലെത്തിച്ചത്. 84 പ്രകാശ് കാരാട്ടും യെച്ചൂരിയും കേന്ദ്ര കമ്മിറ്റി ക്ഷണിതാക്കളായി. 85 കേന്ദ്ര കമ്മിറ്റി അംഗവും 92 മുതൽ പോളിറ്റ് ബ്യൂറോ അംഗം. 2005-2017 ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാംഗം. 2015 പ്രകാശ് കാരാട്ടിനു ശേഷം അദ്ദേഹം പാർട്ടി ജനറൽ സെക്രട്ടറിയുമായി. 2022 കണ്ണൂരിലെ 23ാമത് പാർട്ടി കോൺഗ്രസാണ് അദ്ദേഹത്തെ 3ാമതും ജനറൽ സെക്രട്ടറി ആക്കിയത്. 9 വർഷമായി അദ്ദേഹം ആ സ്ഥാനത്താണ്. ഇടതുപക്ഷത്തിൻ്റെ വെളിച്ചമാണ് നഷ്ടമായതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. മികച്ച പാർലമെന്റേറിയൻ ആയിരുന്നു യെച്ചൂരി. കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. മോദി തുടർന്നു. മത്സ്യ കിസാൻ സമൃദ്ധി സഹയോജനയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും ഉദ്ഘാടനം ചെയ്തു. ന്യൂഡൽഹി. കേന്ദ്ര സർക്കാരിൻ്റെ മത്സ്യ കിസാൻ സമൃദ്ധി സഹയോജനയും നാഷണൽ ഫിഷറീസ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ലാലൻ സിംഗ് ഉദ്ഘാടനം ചെയ്തു. സഹമന്ത്രി ജോർജ് കുര്യൻ സംസാരിച്ചു. പദ്ധതികളുടെ മാർഗരേഖകളുടെ പ്രകാശനവും അക്വാകൾച്ചർ കർഷകർക്കുള്ള ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് വിതരണവും ചടങ്ങിൽ നടന്നു. സാമ്പത്തിക അഭിവൃദ്ധി, സാമൂഹിക പുരോഗതി പ്രോത്സാഹിപ്പിക്കുക, പാരിസ്ഥിതിക സുസ്ഥിരത വർദ്ധിപ്പിക്കുക എന്നിവയാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നതെന്ന് ജോർജ് കുര്യൻ പറഞ്ഞു. ആദർശത്തിൽ അടിയുറച്ച് ജീവിച്ച വ്യക്തിത്വം. കെ. സുരേന്ദ്രൻ. തിരുവനന്തപുരം. വിശ്വസിച്ച പ്രസ്ഥാനത്തിൻ്റെ ആദർശത്തിൽ അവസാനം വരെ അടിയുറച്ച് ജീവിച്ച നേതാവായിരുന്നു സീതാറാം യെച്ചൂരി എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. രാജ്യസഭാ MP എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കക്ഷി രാഷ്ട്രീയത്തിനതീതമായ പ്രശംസ നേടിയതാണ്. CPM ജനറൽ സെക്രട്ടറിയായി 9 വർഷം ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ യെച്ചൂരിക്ക് സാധിച്ചത്. നിലപാടുകളിൽ അടിയുറച്ചു നിൽക്കുമ്പോഴും എതിരാളികളോട് സൗമ്യമായി പെരുമാറിയ നേതാവായിരുന്നു സുരേന്ദ്രൻ പറഞ്ഞു. നഷ്ടമായത് പരിചയസമ്പന്നനായ നേതാവിനെ. വി. മുരളീധരൻ. തിരുവനന്തപുരം. സീതാറാം യെച്ചൂരിയുടെ
മരണത്തിൽ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അനുശോചിച്ചു. മാതൃകാപരമായ നേതൃത്വം നൽകിയ പരിചയസമ്പന്നനായ നേതാവിനെയാണ് ഇടതുപക്ഷത്തിന് നഷ്ടമായത്. വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ ദീർഘകാലം ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു. ലാളിത്യവും സൗമ്യതയും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രധാനപ്പെട്ട വശമായിരുന്നുവെന്നും അനുശോചന സന്ദേശത്തിൽ വി മുരളീധരൻ പറഞ്ഞു. യെച്ചൂരിയുടെ സംഭാവനകൾ എക്കാലത്തും ഓർമ്മിക്കപ്പെടുമെന്നും മുരളീധരൻ പറഞ്ഞു. 2500 കോടിക്ക് ആളില്ലാ മുങ്ങിക്കപ്പലുകൾ നിർമ്മിക്കാൻ അനുമതി. ന്യൂഡൽഹി. രാജ്യസുരക്ഷ ശക്തമാക്കാൻ നാവികസേനയ്ക്ക് വേണ്ടി ആളില്ലാ അന്തർവാഹികൾ വാങ്ങാൻ പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകി. 2500 കോടിയാണ് ഇതിന് ചെലവിടുകയെന്നും ഏതാനും മാസങ്ങൾക്കുള്ളിൽ ടെൻഡർ നടപടികൾ ആരംഭിക്കുമെന്നും ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞു. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം രാജ്യത്തെ കപ്പൽശാലകളിലാണ് ഇവ നിർമ്മിക്കുക. യുദ്ധക്കപ്പലുകൾ തകർക്കുക, മൈനുകൾ വിതറുക, ശത്രുക്കൾ വിതറിയ മൈനുകൾ കണ്ടെത്തി നിർവീര്യമാക്കുക, നിരീക്ഷണം തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങൾ ഒരേ സമയം നിർവഹിക്കാൻ കഴിയുന്നവയാണ് ഇവ. മണിക്കൂറുകളോളം വെള്ളത്തിനടിയിൽ കഴിയാൻ സാധിക്കുന്ന ഇവയ്ക്ക് ഡൈവർമാർക്ക് അതിജീവിക്കാൻ കഴിയാത്ത ആഴങ്ങളിൽ പോലും പ്രവർത്തിക്കാൻ കഴിയും. 2035 ആകുമ്പോഴേക്കും 175 പടക്കപ്പലുകളുള്ള സുസജ്ജമായ നാവിക ശക്തിയാവുക എന്നതാണ് ലക്ഷ്യം. തദ്ദേശീയമായി പടക്കപ്പലുകൾ നിർമ്മിക്കുന്നതോടെ വിദേശ ശക്തികളെ ആശ്രയിക്കേണ്ടി വരില്ല. നിർമ്മാണത്തിലിരിക്കുന്ന 43 യുദ്ധക്കപ്പലുകളിൽ 41 എണ്ണവും ആത്മനിർഭർ ഭാരതത്തിൻ്റെ ഭാഗമായി രാജ്യത്തെ കപ്പൽശാലകളിൽ നിർമ്മിക്കുന്നത്. നികുതി വിഹിതം 50% വർദ്ധിപ്പിക്കണം. മുഖ്യമന്ത്രി. തിരുവനന്തപുരം. സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന നികുതി വിഹിതം 50% വർദ്ധിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. 16ാം ധനകാര്യ കമ്മീഷന് മുന്നിൽ സംസ്ഥാനങ്ങൾ ഉന്നയിക്കേണ്ട ആവശ്യങ്ങൾ ചർച്ച ചെയ്യാൻ 5 സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരെ ഉൾപ്പെടുത്തി കേരള സർക്കാർ സംഘടിപ്പിച്ച കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. മന്ത്രി കെ.എൻ. ബാലഗോപാൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, തെലങ്കാന ഉപമുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായ ഭട്ടി വിക്രമാർക മല്ലു, പഞ്ചാബ് ധനമന്ത്രി ഹർപാൽ സിംഗ് ചീമ, തമിഴ്നാട് ധനമന്ത്രി തങ്കം തെന്നരസു, കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ബൈരേ ഗൗഡ, ധനകാര്യ വിദഗ്ധർ തുടങ്ങിയവരാണ് പങ്കെടുക്കുന്നത്. 70 കഴിഞ്ഞവർക്ക് സൗജന്യ ചികിത്സ. 4.5 കോടി കുടുംബങ്ങൾക്ക് ഗുണം ലഭിക്കും. ന്യൂഡൽഹി. ആയുഷ്മാൻ ഭാരത് പ്രകാരം കേന്ദ്ര സർക്കാർ 70 വയസ്സ് കഴിഞ്ഞവർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ പ്രഖ്യാപിച്ച പദ്ധതിയിൽ 4.5 കോടി കുടുംബങ്ങൾക്ക് ഗുണം ലഭിക്കും. 70 വയസ്സും അതിൽ കൂടുതലുമുള്ള എല്ലാ മുതിർന്ന പൗരന്മാർക്കും അവരുടെ വരുമാനം പരിഗണിക്കാതെ ആരോഗ്യ പരിരക്ഷ നൽകും. ഇക്കാര്യത്തിൽ സാമൂഹ്യ സാമ്പത്തിക നിലയും നോക്കില്ല. കായികം. ISLന് ഇന്ന് കിക്ക് ഓഫ്. ആദ്യ പോരിൽ മുംബൈ സിറ്റി മോഹൻ ബഗാൻ SG. കൊൽക്കത്ത. ഭാരത ഫുട്ബോൾ പൂരം ISL 11ാം സീസണ് ഇന്ന് കൊടിയേറും. കൊൽക്കത്ത സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മുംബൈ സിറ്റി FCയും മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസും ഏറ്റുമുട്ടും. കഴിഞ്ഞ സീസണിൽ ഫൈനലിൽ മുഖാമുഖം കണ്ട ടീമുകളാണ് ഇന്ന് ഉദ്ഘാടന മത്സരത്തിന് ഒരുങ്ങുന്നത്. കരുത്തോടെ മുന്നേറി ഫൈനലിൽ മുംബൈ സിറ്റിക്ക് മുന്നിൽ 3.1 കിരീടം നഷ്ടപ്പെട്ട ടീമാണ് മോഹൻ ബഗാൻ SG. ഇവരെ തോൽപ്പിച്ച മുംബൈ നിലവിലെ ജേതാക്കളായിരിക്കുന്നത് 2ാം തവണയാണ്. നേരത്തെ 2020-21 സീസണിലും മുംബൈ ജേതാക്കളായിരുന്നു. അന്നും മോഹൻ ബഗാൻ SGയെ ആണ് ഫൈനലിൽ തോൽപ്പിച്ചത്. അക്കൊല്ലം ലീഗ് ഷീൽഡും മുംബൈ സ്വന്തമാക്കിയിരുന്നു. പുതിയ സീസണിൽ പുതിയ പരിശീലകന് കീഴിലാണ് കൊൽക്കത്ത വമ്പന്മാരായ മോഹൻ ബഗാൻ SG ഇറങ്ങുന്നത്. സ്പെയിനിൽ നിന്നുള്ള ജോസ് മോളിന ആണ് മോഹൻ ബഗാൻ പരിശീലകൻ. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മൊളീനയുടെ 2ാം വരവാണിത്. ആദ്യ വരവിൽ 2016-17 സീസണിൽ അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയ്ക്ക് 2ാം ISL കിരീടം നേടിക്കൊടുത്താണ് തിരികെ പോയത്. അക്കൊല്ലം ഫൈനലിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ കലൂർ സ്റ്റേഡിയത്തിൽ തോൽപ്പിച്ചാണ് ATK കപ്പടിച്ചത്. പിന്നീട് ATK വിട്ട മൊലീന ഇപ്പോൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് മോഹൻ ബഗാന്റെ ദൗത്യവും ഏറ്റെടുത്തുകൊണ്ട്. ഏഷ്യൻ ചാമ്പ്യൻസ്
ട്രോഫി ഹോക്കി ഭാരതത്തിന് വിജയത്തുടർച്ച. ഹുലുൻ ബുയിർ ചൈന ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി പ്രാഥമിക ഘട്ടത്തിൽ 4ാം ജയവും സ്വന്തമാക്കി ഭാരതം. ഭാരതത്തിനായി നായകൻ ഹർമൻപ്രീത് സിംഗ് ഇരട്ടി ഗോൾ നേടി. കളിയുടെ 9:43 മിനിറ്റുകളിലായിരുന്നു ഈ ഗോളുകൾ. 8ാം മിനിറ്റിൽ അരയ്ജിത് സിംഗ് ഹുണ്ടാൽ നേടിയ ഗോളിലാണ് ഭാരതം തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം 3ാം ജയം നേടിക്കൊണ്ട് സെമി ബെർത്ത് ഉറപ്പാക്കിയിരുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇനി ഒരു മത്സരം കൂടി ബാക്കിയുണ്ട്. നാളെ ചിരവൈരികളായ പാകിസ്ഥാനെതിരെയാണ് ആ മത്സരം. ചെസ് ഒളിമ്പ്യാഡ് ഭാരതത്തിന് മികച്ച തുടക്കം. ബുഡാപെസ്റ്റ് ചെസ് ഒളിമ്പ്യാഡിൻ്റെ ആദ്യ റൗണ്ടിൽ ഭാരതത്തിന് മികച്ച വിജയം. പുരുഷ വിഭാഗത്തിൽ മൊറോക്കോയെ തൂത്തുവാരിയാണ് ഭാരതത്തിൻ്റെ തുടക്കം. പ്രജ്ഞാനന്ദ, വിദിത്ത് ഗുജറാത്തി എന്നിവർ യഥാക്രമം മുഹമ്മദ് ടിസിർ മെഹ്ദി, പെയ്റെ ഓക്കിർ എന്നിവരെ തോൽപ്പിച്ചപ്പോൾ അർജുൻ എറിഗായിസിയും പി ഹരികൃഷ്ണയും ജയത്തോടെ മുന്നേറി. ജോക്കസ് എൽബിലിയ, അനസ് മൊയാദ് എന്നിവരെയാണ് തോൽപ്പിച്ചത്. വനിതാ വിഭാഗത്തിൽ ജൈമാക്കൻ താരങ്ങളെയാണ് ഭാരതം തോൽപ്പിച്ചത്. വൈശാലി തോൽപ്പിച്ചത് അദാനി ക്ലാർക്കിനെയാണ്. തനിയ സച്ദേവ്, ഗബ്രിയേല വാട്സൺ, ദിവ്യ ദേശ്മുഖ്, റാച്ചൽ മില്ലറിനെയും തോൽപ്പിച്ചു. ശുഭദിനം. നന്ദി.